ആസാമിൽ ഇപ്പോൾ എൻ ഡി ആകട്ടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഹിമന്ത വിശ്വ ശർമ്മ ഹാട്രിക് വിജയം നേടി അവിടെ മുന്നേറുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് എക്സിറ്റ് പോളുകൾ തന്നെ ആയി എന്നും ഹിമന്ത വിശ്വ ശർമ്മ ഇവിടെ മറുപടി നൽകിയിരിക്കുകയാണ്. BJP അല്ല ഇവിടെ NDA ഭരിക്കും എന്നതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നതെന്നും ആസാമിലാകട്ടെ വീണ്ടും ഇത്തരത്തിൽ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റി കുറിക്കപ്പെടുന്ന ഒരു ഫലസൂചനമായിരുന്നു ആദ്യ ഇതിൽ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ ഹിമന്ത വിശ്വ ശർമ്മ മൂന്നാം തവണയും തുടർച്ചയായി തന്നെ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇത് നൽകിയിരിക്കുന്നത്. ഹാട്രിക് വിജയം എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എക്സിറ്റ് പോൾ പറഞ്ഞത് ഇവിടെ കൃത്യമായി തന്നെ ഫലിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്ന നിമിഷം മുതൽ തന്നെ BJP അതായത് ആസാമിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഏകദേശം ഒക്കെ തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിരുന്നു. ഭൂരിപക്ഷം അത് സർവേകളും ആസാം സംസ്ഥാനത്ത് വീണ്ടും NDAയുടെ ശക്തമായ ഒരു തേരോട്ടം തന്നെയാണ് ഇവിടെ ഈ ഒരു ഫലം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഫലങ്ങൾ അത് അടുത്തെത്തുമ്പോൾ ആ പ്രവചനങ്ങൾ ശരിവെക്കപ്പെടുന്ന തരത്തിലേക്കാണ് എല്ലാവരും ഇതിനെ ഉറ്റുനോക്കുന്നത് എന്നതാണ് പറയാൻ സാധിക്കുന്നതും. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഹിമന്ത വിശ്വ ശർമ്മയുടെ വാക്കുകളിൽ നിന്ന് പോലും അത് സസൂക്ഷ്മമായി തന്നെ തെളിയുന്നു എന്നതാണ്. അതായത് ഇവിടെ BJPയുടെ മാത്രം വിജയമല്ല, ഇത് NDAയുടെ സംയുക്ത വിജയം തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമായി തന്നെ ഉറപ്പിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ തന്നെ ഇവിടെ ഒരു കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം വീണ്ടും ഉയരുകയാണ് ആസാമിൽ എന്നതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ NDAയുടെ കൂട്ടാളികൾ അതായത് പ്രാദേശിക പാർട്ടികളുടെ മറ്റ് സഖ്യങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഈ വിജയത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ചതായി തന്നെ ഹിമന്ത വിശ്വ ശർമ്മ ഇവിടെ എടുത്തു ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല ഈ അവസരത്തിൽ ഒരു സമവായ രാഷ്ട്രീയത്തിന്റെ സൂചനയായി തന്നെ ചിലർ ഇതിനെ വിലയിരുത്തുകയും അതേസമയം പ്രതിപക്ഷമാകട്ടെ ഈ ഒരു ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് അവർ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. അതായത് ഫലം പുറത്തു വരട്ടെ എന്നിട്ടാകാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ പ്രതിപക്ഷം അവിടെ പ്രതികരിക്കുന്നത്. എങ്കിൽ പോലും ഗ്രൗണ്ട് ലെവലിൽ NDAക്ക് ശക്തമായ പിന്തുണ ഉണ്ടെന്ന് തന്നെയാണ് വിവിധ റിപ്പോർട്ടുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ചോദ്യം മാത്രമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അതായത് എക്സിറ്റ് പോളുകൾ ശരിക്കും എക്സിറ്റ് പോളുകൾ ആകുമോ, ഹിമന്ത വിശ്വ ശർമ്മ ഹാട്രിക് ഉറപ്പിക്കുമോ എന്ന് ഒരു ചോദ്യം ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അവർ അവിടെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ അവസാന നിമിഷത്തിൽ എത്തുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു മാറ്റം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ അടിവരയിട്ട് തന്നെ പറയാൻ സാധിക്കുന്നത്. ആസാമിലെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഒരു കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശ നിർണ്ണയിക്കുന്നതായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ അവരെ വലിയ രീതിയിൽ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭരണകക്ഷിയായ BJP വൻ കുതിപ്പാണ് അവിടെ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആകെയുള്ള 126 സീറ്റുകളിൽ 95 BJP സഖ്യം ലീഡ് ചെയ്യുകയാണ്. കേവല ഭൂരിപക്ഷത്തിനുള്ള 64 എന്ന സഖ്യം ആദ്യ മണിക്കൂറിൽ തന്നെ BJP മറികടക്കുകയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് ആ ഒരു കമ്മീഷന്റെ ഏറ്റവും വലിയ പുതിയ കണക്കുകൾ പ്രകാരം BJP 95 സീറ്റുകളിൽ അവിടെ മുന്നേറുമ്പോൾ കോൺഗ്രസ് സഖ്യം വെറും 27 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മയാകട്ടെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ മുന്നേറുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ BJP തുടർച്ചയായ മൂന്നാം തവണയും അധികാരം പിടിക്കുമെന്ന് ഏകദേശം ഇവിടെ ഉറപ്പാവുകയും ഗൗരവ് ഗൊഗോയിയുടെ നേതൃത്വത്തിൽ വലിയ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച കോൺഗ്രസ് ആകട്ടെ അവിടെ വലിയ രീതിയിൽ അവർ താഴെത്തട്ടിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതായത് 85% എന്ന ചരിത്രത്തിലേക്ക് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയ്ക്കാണ് ആസാം ജനത വോട്ട് ചെയ്തത് എന്നതാണ് ഈ ഫലസൂചനകൾ എല്ലാം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. 40 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുന്നത്. EVM വോട്ടുകൾ കൂടി എണ്ണി തീരുന്നതോടുകൂടി തന്നെ BJPയുടെ ആ ഒരു ലീഡ് നില 100 കടക്കുമെന്നതിൽ അത് നിസ്സംശയം ഇവിടെ പറയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളടക്കം കണക്ക് കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.